How to get 100 customers without zero investment. യെസ് വെൽക്കം ടു ദിസ് വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ നിങ്ങളുടെ ഫാഷൻ ബ്രാൻഡിന് ഒരു കസ്റ്റമർ ബേസ് ക്രിയേറ്റ് ചെയ്യാം വിത്തൗട്ട് എനി ഇൻവെസ്റ്റ്മെൻറ്റ്. അതിനു മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. ടുഡേ ദ ബെസ്റ്റ് വേ ടു സെൽ ഫാഷൻ ഈസ് ബൈ ടെല്ലിംഗ് സ്റ്റോറീസ്. യെസ്, നല്ല നല്ല കഥകളാണ് ഇന്ന് ബ്രാൻഡ് സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, ഒരു ബ്രാൻഡ് പണ്ടും അഡ്വർടൈസ്മെൻറ്റിൽ നല്ല നല്ല കഥകളായിരുന്നു പറയേണ്ടിയിരുന്നത്. ഓരോ പ്രൊഡക്റ്റുകളും നമ്മുടെ മനസ്സിൽ നൊസ്റ്റാൾജിക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അന്ന് പറഞ്ഞിട്ടുള്ള കഥകളാണ് ശരിക്കും. അപ്പോൾ അതുപോലെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഓരോ പ്രൊഡക്റ്റുകളും മാർക്കറ്റ് ചെയ്യപ്പെടുന്നതും അതേപോലെയുള്ള ചെറിയ ചെറിയ സ്റ്റോറീസ് പറഞ്ഞുകൊണ്ടാണ്. അതിനെയാണ് നമ്മൾ ഇന്ന് റീൽസായിട്ടും പല പ്രൊഡക്റ്റുകളും കാണുന്നത്. അപ്പോൾ റീല് ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു റീല് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നല്ല നല്ല സ്റ്റോറീസ് ആ ബ്രാൻഡിനെ കുറിച്ചോ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചോ ഇല്ല. അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് കലണ്ടറൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നോർമലി പറയുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ നീഡ്, ഡിസയർ, അതേപോലെ പ്രോബ്ലം വെച്ചുകൊണ്ട് നല്ല നല്ല സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാം. പ്രോബ്ലം ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് ഒരു നെഗറ്റീവ് ആവോ എന്നുള്ളത് പേടിക്കേണ്ട. കാരണം പ്രോബ്ലംസ് നല്ല സ്റ്റോറി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ആക്ച്വലി അട്രാക്റ്റ് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോബ്ലംസ് വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റ് ശരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കാണാനും ഇഷ്ടപ്പെടാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുപോലെയുള്ള നല്ല നല്ല കോണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റോറി ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ സ്റ്റോറി ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് അധികം ഐഡിയ ഇല്ലെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറേ AI ടൂൾസുകളുണ്ട്. ഇന്ന് നമുക്ക് ChatGPT തന്നെ ഏറ്റവും ഈസി ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്തുകൊണ്ട് ആ ഡിസ്ക്രിപ്ഷൻ ബേസ് ചെയ്തുകൊണ്ട് സ്റ്റോറീസ് ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റീൽ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സ്പെസിഫിക്കായി കറക്റ്റ് ഫ്രെയിം വർക്കുകൾ ഓരോ റീലും എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് ChatGPT പറഞ്ഞുതരും. അപ്പോൾ ഒരു 30 ഡേയ്സിൻ്റെയോ ഒരു 100 ഡേയ്സിൻ്റെക്കും ഒരു റീൽ കോണ്ടൻറ്റ് കലണ്ടർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഓരോ ദിവസവും ആ ഒരു റീൽ കോണ്ടൻറ്റ് ഫോളോ ചെയ്യാനും ആ റീൽസ് കസ്റ്റമേഴ്സിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ക്രിയേറ്റ് ചെയ്ത് എൻഗേജ് ചെയ്യാനും കൺസിസ്റ്റൻ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. ഈ സ്റ്റോറിയിലൂടെ നമുക്ക് ഏറ്റവും കസ്റ്റമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അതുപോലെ ഒരു കസ്റ്റമേഴ്സിലേക്ക് പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സും ഫീച്ചേഴ്സും സെല്ല് ചെയ്യാനും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക സ്റ്റോറീസാണ്. നമുക്കറിയാം, പീപ്പിൾ ബൈ ഇമോഷണലി നോട്ട് ലോജിക്കലി, അല്ലേ? എപ്പോഴും നമ്മളൊരു പ്രൊഡക്റ്റ് മേടിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ആവശ്യം പോലും ഉണ്ടാവില്ല, പക്ഷേ നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്ത എവിടെയോ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ ആ പ്രോഡക്റ്റ് മേടിക്കാനും ഓൺലൈനിലായാലും ഓർഡർ ചെയ്യാനും സാധിക്കും. കുറേ ആൾക്കാർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, മേടിച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാത്ത പ്രൊഡക്റ്റുകളുണ്ട്. അല്ലെങ്കിൽ ഇത് എന്തിനാ മേടിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പോലും എന്തിനോ മേടിച്ചു, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്താ പറയുക, ആ സമയത്ത് തോന്നി ഇപ്പം മേടിച്ചു, അത് കഴിഞ്ഞിട്ട് അത് ഉപയോഗിക്കാൻ പോലും ഉപയോഗിക്കാത്ത പ്രൊഡക്റ്റുകൾ വരെ ഉണ്ട്. അപ്പോൾ പീപ്പിൾ ബൈ ഇമോഷണലി. അപ്പോൾ ഇമോഷണലി നമുക്ക് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല നല്ല സ്റ്റോറീസ് ഡെവലപ്പ് ചെയ്യണം. അതിന് ഈ AI ടൂൾസുകൾ തന്നെ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നല്ല നല്ല കോണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ള ബ്രാൻഡുകളായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടും കണ്ടൻറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനും കൂടുതൽ റീച്ച് കിട്ടും. കാരണം നിങ്ങളുടെ കസ്റ്റമേഴ്സും അതുപോലെ മറ്റുള്ള ബ്രാൻഡുകളുടെ കസ്റ്റമേഴ്സും നിങ്ങളെ ഫോളോ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും കോണ്ടൻറ്റ് ഉണ്ടാക്കുമ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഓർഗാനിക്കലി റീച്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ ബ്രാൻഡിന് ഒരു ക്രെഡിബിലിറ്റി കൂടിയും അത് ഡെവലപ്പ് ചെയ്യും. കാരണം എപ്പോഴും കൊളാബറേഷൻ നമുക്കറിയാലോ, പാർട്ട്ണർഷിപ്പ് കൊളാബറേഷനൊക്കെ വരുമ്പോൾ ഒരു ട്രസ്റ്റ് എപ്പോഴും ഉണ്ടാവും. കസ്റ്റമേഴ്സിനായാലും നോക്കുമ്പോൾ ഒരു മറ്റുള്ള ബ്രാൻഡുകളായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ക്രെഡിബിലിറ്റിയും ഒരു ട്രസ്റ്റും ബിൽഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കോമ്പറ്റ് ചെയ്യാതെ കൂടുതലും കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനും അത്
നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കസ്റ്റമർ ഡാറ്റാബേസ് ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ പറയാറുള്ളത് ഏറ്റവും ഫസ്റ്റ് പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നതിനേക്കാളും മുന്നേ നിങ്ങൾ കസ്റ്റമർ ബേസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. കസ്റ്റമർ ബേസ് ക്രിയേറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് സെല് ചെയ്യാനും അത് മേടിക്കാനുള്ള ഡിമാൻഡും കൂടുതലാണ്. അപ്പോൾ ഇന്ന് കൂടുതലും പേഴ്സണലൈസ്ഡ് ഡിസൈനാണ്. ഒരു കസ്റ്റമറുടെ ഡിമാൻഡിനനുസരിച്ച് ചെയ്തു കൊടുക്കലാണ് ഏറ്റവും ഇന്ന് ഒരു ബിസിനസ് മോഡൽ. അല്ലാതെ നമ്മളൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അത് കസ്റ്റമറിൽ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മേടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ കസ്റ്റമറുടെ ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു കസ്റ്റമർ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു ടാർഗറ്റ് കസ്റ്റമറും അതേപോലെ ഒരു കസ്റ്റമർ പേഴ്സോണി നിങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റിയോടുകൂടി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അധികം എന്താ പറയുക ടൈം അതുപോലെ മണി ലോസ് ഇല്ലാതെ ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഫോളോ ചെയ്യാം. താങ്ക് യു.